മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ഈശോ മറിയം മൗസേപ്പയെ മറിയം വന്ന് വിളക്കൂതി തോത്തു ആയിരുന്നോട്ടാ ആദ്യമായിട്ടാണേ. കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഹനുമാനാട്ടം. കല്യാണം കഴിഞ്ഞ ഞാൻ ആദ്യമായിട്ട് കട്ടത് അവളുടെ ചോറ്റും പാത്രം. രംഗത്ത് ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണേൽ അളിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ നീറിരാജൻ. അച്ഛനാ തട്ടക്കാറാകുമ്പോ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. പിടിച്ച് വീണ വായിക്കാണ്. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? ഒരു ഫോട്ടോ രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ മോനെ? ഭാവിയിൽ ഇതൊരു സംഭവം. എടാ നീ വൃത്തിയുടെ കാണിക്കില്ലട്ടോ, അമ്പലപ്പുറമ്പാണ്. ഈ പ്രാവശ്യം അമ്പലപ്പുറം തല്ലിട്ട് തോന്നുന്നു. ഭഗവാനെ തല്ലണം ഓടട്ടെ. ഒന്ന് നോക്കി വെച്ചേക്കെ. താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നീ വരുന്നില്ല, വരാം. അമ്മ പോയിക്കോ. ഈ പ്രാവശ്യം തല്ലുള്ളിക്കില്ല ഭഗവാനെ. അതെ, ഞാൻ അകത്ത് പോകാം. ഞാനും വരാം. വേണമെന്നില്ല, ഇതെടുത്താകും. തന്നെ നിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. എവിടെ? പോവണ്ട. ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? വിനയേട്ടാ, അച്ഛനും അമ്മയുണ്ട്. വേഗം പോണോ? എന്റെ പൊന്നോ, ആണ്ടിനും സംക്രാന്തിക്ക് ഒന്ന് കാണുന്നത് തന്നെ. അതിനിടയ്ക്ക് അച്ഛനും അമ്മയും പോകാൻ പറ. ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി. അച്ഛൻ അറിഞ്ഞാ ഭിത്തിയിൽ പടായിട്ടിരിക്കേണ്ടി വരും. നിന്റെ തന്തപ്പടിക്കേ ഞാൻ ഒരു പണിയുന്നുണ്ട്. വിനയേട്ടാ, ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ? അങ്ങനെയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കൂ. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും വിനയ ഹനുമാനോട് കളിച്ചാൽ. വിനയേട്ടൻ എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? കിട്ടിപ്പോയി. ഇതെവിടുന്നാ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോറിനാ. എങ്ങനെയുണ്ട്? അയ്യോ, ഇതേ അച്ഛൻ. ഇവിടെ എടാ വിനയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലൊക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? മാച്ചാവൂല. അമ്പലപ്പുറമിൽ തോന്നിയ ദിവസം കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. അവള് നിന്റെ എവിടെയാണോ? കവളത്താന്ന് തോന്നുന്നു. ഒരു മരവിപ്പ് പോലെ.
എന്റെ ഈശ്വര, മിന്നുന്ന ബൾബ് കൊണ്ട് അവന്മാർക്കിട്ടൊരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ, ഒരാട്ടങ്ങാണ്. ഇങ്ങോട്ടാ ഇതെവിടെ പോകുന്നു? അവരങ്ങോട്ടാന്നപ്പേ വാടാ. കുന്തം കുറച്ചൊക്കെ എടുത്തിട്ട് വാടാ. ദേവി ഇനി കുന്തം എന്റെ കഥ അവിടെ. മംഗളം ഭവന്തു. ഓക്കെ, ഞാൻ കൊടുക്കാം. എവിടെ പോകും? ഈ പെരുവത്ത കടവ് മൊത്തം ഇരുട്ടിലാക്കാനല്ല. കറണ്ട് അടിക്കരുതിട്ടാ. വലിച്ചോ എന്റെ കറണ്ട് ദൈവങ്ങളെ, എന്ത് രസമല്ലടാ ഇതിങ്ങനെ പോയി വരുന്ന കാണാൻ. സംഭവം കൊള്ളാം. പിന്നെ എടാ, നമ്മള് പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങള് രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്തതാ. ദിങ്ങനെ പോയി ദിങ്ങനെ തിരിച്ചു വരും. കണ്ടോ? ഇതാണോടാ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ചിറ്റട മോനെ, അണ്ണാ ഇതാരോ ഓഫ് ചെയ്താണ്. എന്റെ ഡയലോഗില്ലേ? എന്താ ആക്രമണം കീജി? അല്ല ഇനിയിപ്പോ അടിയല്ലേ ഉണ്ടായിരടാ. ബോംബെയിലൊക്കെ അങ്ങനെയാണ്. അവന്റെ മണ്ടയടിച്ച് പൊളിക്കടാ. ഇത് കൊറേ പേരുണ്ടല്ലോ, ഒരു കുന്തത്തിൽ തീരൂല. അണ്ണം വീണു. തല്ലിക്കോ പടമോട്ടപ്പലയാ. റബ്ബർ ബന്ധാ കാലി പിടിച്ചോ നിന്റെ ചെവി ഞാൻ. നിനക്ക് സയൻസ് ഇഷ്ടല്ലല്ലോടാ. സയൻസ് പഠിപ്പിക്കണ പട്ടി. കിളി കയറി കിളിയെ പിടിക്കാൻ പെണ്ണ് കയറി.
ആ പാലാട്ടിയറിലെ ചെക്കന്മാരാ. ഭഗവാൻ ഇറങ്ങിയടാ. അടിച്ചോടിക്കടാ. അരേ തൂ ചക്കർ വിട്ടോടാ. ഓടാൻ ഇത് തന്നെയാണാ എന്നാരേ തൂ ചക്കർ ഓടിക്കോളാം. എന്റെ ഭഗവാനെ ഇങ്ങോട്ട് വിളിക്കാടാ. ഇത് ഒറിജിനൽ ഭഗവാനെയാ. കിളി കയറി പെണ്ണ് കയറി കുപ്പിവള പിടിച്ചോ. ചത്താലും ഞാൻ വിടില്ലെന്നാ. എടാ തിരിഞ്ഞോടാ, നിനക്ക് വട്ടാണാ. മനസ്സിലായ? ആ ബലൂൺ പൊട്ടിച്ചേ. ഇനി പൊട്ടിക്കിട്ടില്ല. ഇനി പൊട്ടിക്കരുത്. വിനയ ഓടി വാട. തല കാരണം ഒന്നും കാണാനും പറ്റില്ല. സീതരാമനൊക്കെ ഉണ്ടെങ്കിൽ ജംഗ്ഷനിൽ കാണാൻ. കമ്പിത്തിരി മത്താപ്പൂ ചെറിയ വെടി വലിയ വെടി കത്തിന ഗർഭങ്ങളൊക്കെ മാനമുട്ടണ വാണം.